വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സംഖ്യയുടെ പുസ്തകം 7-ാം അധ്യായം. മോശ ആലയം സ്ഥാപിക്കുന്നത് പൂർത്തിയാക്കിയ ദിവസം അവൻ അത് അഭിഷേകം ചെയ്തു. അതും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും അവൻ വിശുദ്ധീകരിച്ചു. അവൻ അവ അഭിഷേകം ചെയ്യുകയും പവിത്രീകരിക്കുകയും ചെയ്തു. ഇസ്രായേൽ നേതാക്കന്മാർ, അതായത് അവരുടെ പിതൃ തലവന്മാർ കാഴ്ചയർപ്പിച്ചു. അവരായിരുന്നു ഗോത്രങ്ങളുടെ നേതാക്കന്മാർ. കണക്കെടുപ്പുകൾക്ക് മേൽനോട്ടക്കാരും അവരായിരുന്നു. അവർ കർത്തൃസന്നിധിയിൽ തങ്ങളുടെ കാണിക്ക 2 നേതാക്കന്മാർക്ക് ഒരു വണ്ടി, ഒരാൾക്ക് ഒരു കാള എന്ന വിധം മൂടിയുള്ള 6 വണ്ടികളും 12 കന്നുകാലികളെയും കൊണ്ടുവന്നു. അവർ ആലയത്തിനു മുൻപിൽ അവ സമർപ്പിച്ചു. അപ്പോൾ കർത്താവ് മോശയോട് ഇപ്രകാരം അരുൾ ചെയ്തു: സമാഗമ കൂടാര ശുശ്രൂഷ നിർവഹിക്കുവാൻ അവ ഉപകരിക്കേണ്ടതിന് നീ അവരിൽ നിന്നും സ്വീകരിച്ച് അവ ഓരോരുത്തരുടെയും ശുശ്രൂഷകൾ അനുസരിച്ച് ലേവായർക്ക് നൽകുക. മോശ വണ്ടികളും കന്നുകാലികളെയും സ്വീകരിച്ച് അവ ലേവായർക്ക് കൊടുത്തു. ഗർശോന്യർക്ക് അവരുടെ ശുശ്രൂഷയ്ക്ക് അനുസരിച്ച് 2 വണ്ടികളും 4 കന്നുകാലികളെയും കൊടുത്തു. മെറാര്യർക്ക് അവരുടെ ശുശ്രൂഷയ്ക്ക് അനുസരിച്ച് പുരോഹിതനായ അഹറോന്റെ മകൻ ഇത്താമർ വശം 4 വണ്ടികളും 8 കന്നുകാലികളെയും നൽകി. എന്നാൽ കൊഹാത്യർക്ക് നൽകിയില്ല. കാരണം അവരുടെ മേലുണ്ടായിരുന്നത് വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷയാണ്. തോളിലാണ് അവർ വഹിക്കേണ്ടിയിരുന്നത്. ബലിപീഠം അഭിഷേകം ചെയ്യപ്പെട്ട ദിവസം അതിന്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടത് നേതാക്കന്മാർ കൊണ്ടുവന്നു. നേതാക്കന്മാർ തങ്ങളുടെ കാണിക്ക ബലിപീഠത്തിന് മുൻപിൽ സമർപ്പിച്ചു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു: ബലിപീഠ പ്രതിഷ്ഠയ്ക്കുള്ള അവരുടെ കാണിക്ക ഒരു ദിവസം ഒരു നേതാവ് എന്ന ക്രമത്തിൽ അവർ സമർപ്പിക്കട്ടെ. യൂദാ ഗോത്രത്തിൻ്റെതായി അമ്മിനാദാബിന്റെ മകൻ നഹ്ശോൻ ആയിരുന്നു ആദ്യ ദിവസം തന്റെ കാണിക്ക കൊണ്ടുവന്നത്. അവന്റെ കാണിക്ക വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിന്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺ കോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് അമ്മിനാദാബിന്റെ മകൻ നഹ്ശോന്റെ കാണിക്ക. 2-ാം ദിവസം ഇസാക്കർ ഗോത്രത്തിന്റെ നേതാവും സുവാറിന്റെ മകനുമായ നെത്തനേൽ കാഴ്ച സമർപ്പിച്ചു. അവൻ കൊണ്ടുവന്ന തന്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിന്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺ കോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് സുവാറിന്റെ മകൻ നെത്തനേലിന്റെ കാണിക്ക. 3-ാം ദിവസം സെബലൂന്യരുടെ നേതാവായ ബേലോന്റെ പുത്രൻ എലിയാബ് ആണ് കാഴ്ച സമർപ്പിച്ചത്. അവന്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേർത്ത മാവ്, ധൂപനദ്രവ്യം നിറച്ച
10 ഷെക്കൽ സ്വർണത്തിന്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺ കോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് ഹേലോന്റെ പുത്രൻ എലിയാബിന്റെ കാണിക്ക. 4-ാം ദിവസം റുബന്യരുടെ നേതാവായ ഷദേയൂറിന്റെ മകൻ എലിസൂർ ആണ് കാഴ്ച സമർപ്പിച്ചത്. അവന്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിന്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺ കോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് ഷെദയൂറിന്റെ മകൻ എലിസൂറിന്റെ കാണിക്ക. 5-ാം ദിവസം ശിമെയോന്യരുടെ നേതാവായ സുരിഷദ്ദായിയുടെ മകൻ ഷെലുമിയേൽ ആണ് കാഴ്ച സമർപ്പിച്ചത്. അവന്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിന്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺ കോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് സുരിഷദ്ദായിയുടെ മകൻ ഷെലുമിയേലിന്റെ കാണിക്ക. 6-ാം ദിവസം ഗാദ്യരുടെ നേതാവായ റവൂലിന്റെ മകൻ എലിയാസാഫ് ആണ് കാഴ്ച സമർപ്പിച്ചത്. അവന്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിന്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺ കോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് റവൂലിന്റെ മകൻ എലിയാസാഫിന്റെ കാണിക്ക. 7-ാം ദിവസം എഫ്രായിമ്യരുടെ നേതാവായ അമ്മിഹൂദിന്റെ മകൻ എലിഷാമ ആണ് കാഴ്ച സമർപ്പിച്ചത്. അവന്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിന്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺ കോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് അമ്മിഹൂദിന്റെ പുത്രൻ എലിഷാമയുടെ കാണിക്ക. 8-ാം ദിവസം മനാസ്യരുടെ നേതാവായ പെദാഹ്സൂറിന്റെ മകൻ ഗമാലിയേൽ ആണ് കാഴ്ച സമർപ്പിച്ചത്. അവന്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയോഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിന്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്,
പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺ കോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് പെദാഹ്സൂറിന്റെ മകൻ ഗമാലിയേലിന്റെ കാണിക്ക. 9-ാം ദിവസം ബെഞ്ചമിന്യരുടെ നേതാവായ ഗിദെയോനിയുടെ മകൻ അബിദാൻ ആണ് കാഴ്ച സമർപ്പിച്ചത്. അവന്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിന്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺ കോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് ഗിദെയോനിയുടെ പുത്രൻ അബിദാന്റെ കാണിക്ക. 10-ാം ദിവസം ദാന്യരുടെ നേതാവായ അമ്മിഷദ്ദായിയുടെ മകൻ അഹിയസർ ആണ് കാഴ്ച സമർപ്പിച്ചത്. അവന്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിന്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺ കോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് അമ്മിഷദ്ദായിയുടെ മകൻ അഹിയേസറിന്റെ കാണിക്ക. 11-ാം ദിവസം ആശേര്യരുടെ നേതാവായ ഒക്രാന്റെ മകൻ പഗിയേൽ ആണ് കാഴ്ച സമർപ്പിച്ചത്. അവന്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിന്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺ കോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് ഒക്രാന്റെ മകൻ പഗിയേലിന്റെ നൈവേദ്യം. 12-ാം ദിവസം നഫ്താലിയുടെ നേതാവായ ഏനാന്റെ മകൻ അഹീറ ആണ് കാഴ്ച സമർപ്പിച്ചത്. അവന്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിന്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺ കോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് ഏനാന്റെ മകൻ അഹീറായുടെ കാണിക്ക. ബലിപീഠം അഭിഷേകം ചെയ്യപ്പെട്ട ദിവസം ഇസ്രായേൽ നേതാക്കന്മാരിൽ നിന്ന് അതിനുള്ള പ്രതിഷ്ഠ വഴിപാട് ഇതായിരുന്നു: 12 വെള്ളിത്തളികകൾ, 12 വെള്ളിക്കിണ്ണങ്ങൾ, 12 സ്വർണ്ണ കലശങ്ങൾ, 1 തളിക 130 വെള്ളി, 1 കിണ്ണം 70. വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം പാത്രങ്ങളുടെ ആകെ വെള്ളി തൂക്കം 2400. ധൂപനദ്രവ്യം നിറച്ച 12 സ്വർണ്ണ കലശങ്ങൾ. വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം കലശത്തിന് 10 വീതം. കലശങ്ങൾക്കുള്ള ആകെ സ്വർണ്ണ തൂക്കം 120 ഷെക്കൽ. ഹോമയാഗത്തിനുള്ള ആകെ കന്നുകാലികൾ: മൂരിക്കിടാവുകൾ 12, മുട്ടാടുകൾ 12, 1 വയസ്സുള്ള ആൺ ചെമ്മരിയാടുകൾ 12, ഒപ്പം അവയുടെ ധാന്യയാഗവും.
പാപമുക്തിയാഗത്തിനുള്ള ആൺകോലാടുകൾ 12, സമാധാന ബലിക്കുള്ള ആകെ കന്നുകാലികൾ മൂരികൾ 24, മുട്ടാടുകൾ 60, ആൺകോലാടുകൾ 60, ഒരു വയസ്സുള്ള ആൺ ചെമ്മരിയാടുകൾ 60. ബലിപീഠം അഭിഷേകം ചെയ്ത ശേഷം ഇതായിരുന്നു അതിൻ്റെ പ്രതിഷ്ഠാപന വഴിപാട്. അവിടുന്നുമായി സംസാരിക്കാൻ മോശ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ സാക്ഷ്യപേടകത്തിന് മുകളിലെ കൃപാസനത്തിന് മേൽ നിന്ന് 2 കെരൂബുകൾക്കിടയിൽ നിന്ന് ഒരു സ്വരം തന്നോട് സംസാരിക്കുന്നത് അവൻ കേൾക്കുമായിരുന്നു. അങ്ങനെ അവിടുന്ന് അവനോട് സംസാരിച്ചിരുന്നു. സംഖ്യയുടെ പുസ്തകം 8-ാം അധ്യായം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: അഹ്റോനോട് നിർദ്ദേശിക്കുക, നീ തിരുനാളങ്ങൾ ഉയർത്തുമ്പോൾ വിളക്ക് കാലിന് മുൻപിൽ പ്രകാശം പരക്കത്തക്ക വിധമായിരിക്കണം 7 തിരുനാളങ്ങളും. അഹ്റോൻ അപ്രകാരം ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ വിളക്കുകാലിന് മുൻപിൽ അവൻ അതിൻ്റെ തിരുനാളങ്ങൾ ഉയർത്തി. വിളക്കുകാലിന്റെ നിർമ്മിതി ഇപ്രകാരമായിരുന്നു: അതിന്റെ ചുവടും പുഷ്പവും ഉൾപ്പെടെ അടിച്ചുപണിയായിരുന്നു. സ്വർണത്തിന്റെ ഒരു അടിച്ചുപണി. കർത്താവ് മോശയ്ക്ക് കാണിച്ചു കൊടുത്ത മാതൃക പോലെയാണ് അവൻ വിളക്കുകാൽ ഉണ്ടാക്കിയത്. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേലിയർക്കിടയിൽ നിന്നും ലേവായരെ തിരഞ്ഞെടുത്ത് നീ അവരെ ശുദ്ധീകരിക്കുക. അവരെ ശുദ്ധീകരിക്കാൻ നീ അവരോട് ഇങ്ങനെ ചെയ്യണം: പാപമുക്തിക്കുള്ള യാഗജലം അവരുടെ മേൽ തളിക്കുക. അവർ തങ്ങളുടെ ദേഹം മുഴുവൻ ക്ഷൗരക്കത്തി ഓടിക്കണം. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കി തങ്ങളെ തന്നെ ശുദ്ധീകരിക്കട്ടെ. അനന്തരം ഒരു മൂരിക്കിടാവിനെയും അതിൻ്റെ ധാന്യയാഗമായി എണ്ണ ചേർത്ത നേരിയ മാവും അവർ എടുക്കട്ടെ. പാപമുക്തിയാഗത്തിന് 2-മതൊരു മൂരിക്കിടാവിനെയും നീ എടുക്കണം. ലേവായരെ സമാഗമ കൂടാരത്തിന് മുൻപിൽ നീ കൊണ്ടുവരണം. ഇസ്രായേലി സമൂഹം മുഴുവനെയും വിളിച്ചു കൂട്ടുകയും വേണം. ലേവായരെ കർത്താവിന്റെ മുൻപിൽ നീ കൊണ്ടുവരണം. ഇസ്രായേലിയർ ലേവായരുടെ മേൽ തങ്ങളുടെ കരങ്ങൾ വയ്ക്കണം. അഹ്റോൻ ലേവായരെ ഇസ്രായേലിയരിൽ നിന്നും കർത്താവിന് മുൻപിൽ നീരാജനം ഒഴിയണം. അങ്ങനെ അവർ കർത്തൃ ശുശ്രൂഷ ചെയ്യാനുള്ളവരായി തീരട്ടെ. ലേവായർ മൂരികളുടെ തലയിൽ തങ്ങളുടെ കരങ്ങൾ വയ്ക്കണം. ലേവായരെ പ്രതി പരിഹാരത്തിനായി ഒന്നിനെ പാപമുക്തിയാഗമായും മറ്റേതിനെ ഹോമയാഗമായും കർത്താവിന് അവൻ അർപ്പിക്കണം. ലേവായരെ അഹ്റോന്റെ മുൻപിലും അവന്റെ പുത്രന്മാരുടെ മുൻപിലും നിർത്തി കർത്താവിന് നീ അവരെ നീരാജനം ഒഴിയണം. ഇപ്രകാരം ഇസ്രായേലിയുടെ ഇടയിൽ നിന്നും ലേവായരെ നീ വേർതിരിക്കണം. ലേവായർ എന്റേതായിരിക്കും. അതിനുശേഷം ലേവായർ സമാഗമ കൂടാരത്തെ ശുശ്രൂഷിക്കുവാൻ പ്രവേശിക്കട്ടെ. അപ്പോൾ നീ അവരെ ശുദ്ധീകരിക്കുകയും നീരാജനം ഒഴിയുകയും വേണം. എന്തെന്നാൽ ഇസ്രായേലിയർക്കിടയിൽ നിന്ന് അവർ എനിക്ക് സമ്മാനമായി വയ്ക്കപ്പെട്ടവരാണ്. എല്ലാ ഇസ്രായേലിയരിൽ നിന്നും ആദ്യജാതനായി ഗർഭപാത്രം തുറക്കുന്ന സകലർക്കും പകരം അവരെ ഞാൻ എനിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇസ്രായേലിയരിൽ മനുഷ്യനിലെയും മൃഗത്തിലെയും ഓരോ കടിഞ്ഞൂലും എനിക്കുള്ളതാണ്. ഈജിപ്ത് നാട്ടിലെ ഓരോ കടിഞ്ഞൂലിനെയും സംഹരിച്ച നാളിൽ ഞാൻ അവരെ എനിക്കായി മാറ്റിവെച്ചു. ഇസ്രായേലിയരിലെ ഓരോ കടിഞ്ഞൂലിനും പകരമാണ് ലേവായരെ ഞാൻ തിരഞ്ഞെടുത്തത്. സമാഗമ കൂടാരത്തിൽ ഇസ്രായേലിന്റെ ശുശ്രൂഷ നിർവഹിക്കുവാനും അവർക്ക് വേണ്ടി പരിഹാരം അനുഷ്ഠിക്കുവാനും ഇസ്രായേലിയർ വിശുദ്ധ സ്ഥലത്തെ സമീപിക്കുക വഴി അവരുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാനുമായി ഇസ്രായേലിന്റെ ഇടയിൽ നിന്നും ലേവ്യരെ അഹ്റോനും അവന്റെ പുത്രന്മാർക്കും ഇഷ്ടദാനമായി ഞാൻ കൊടുത്തിരിക്കുന്നു. മോശയും അഹ്റോനും ഇസ്രായേൽ സമൂഹം മുഴുവനും ലേവായരോട് അപ്രകാരം ചെയ്തു. ലേവായരെ സംബന്ധിച്ച് കർത്താവ് മോശയോട് കൽപ്പിച്ചതെല്ലാം അനുസരിച്ചാണ് ഇസ്രായേലിയർ അവരോട് പ്രവർത്തിച്ചത്. ലേവായർ തങ്ങളെ തന്നെ പാപമുക്തരാക്കി തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കി. അഹ്റോൻ അവരെ കർത്തൃസന്നിധിയിൽ നീരാജനമൊഴിഞ്ഞു. അവരെ ശുദ്ധീകരിക്കുന്നതിനായി അഹ്റോൻ അവർക്ക് വേണ്ടി പരിഹാരവും ചെയ്തു. അതിനുശേഷം ലേവായർ അഹ്റോന്റെയും അവന്റെ പുത്രന്മാരുടെയും സമക്ഷം
തങ്ങളുടെ ശുശ്രൂഷ ചെയ്യാൻ സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചു. ലേവായരെ സംബന്ധിച്ച് കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവർ അവരോട് പ്രവർത്തിച്ചു. കർത്താവ് മോശയോട് വചിച്ചു. ലേവായരെ സംബന്ധിച്ചുള്ള നിയമം ഇതാണ്: 25 മുതൽ മേൽപോട്ട് പ്രായമുള്ള സംഘം സമാഗമ കൂടാരത്തിന്റെ ശുശ്രൂഷയിൽ അണിചേരുന്നതിന് വരട്ടെ. 50 മുതൽ പ്രായമുള്ളവർ ശുശ്രൂഷ സംഘത്തിൽ നിന്ന് പിന്തിരിയട്ടെ. അവൻ തുടർന്ന് ശുശ്രൂഷിക്കേണ്ടതില്ല. എന്നാൽ സമാഗമ കൂടാരത്തിലെ സംരക്ഷണ ചുമതലയിൽ തന്റെ സഹോദരന്മാരെ അവന് സഹായിക്കാം. അവൻ ശുശ്രൂഷ ചെയ്യേണ്ടതില്ല. ലേവായരെ സംബന്ധിച്ച അവരുടെ ചുമതലകളിൽ നീ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 96-ാം സങ്കീർത്തനം. കർത്താവിന് ഗീതം ആലപിക്കുവിൻ, ഒരു നവ്യഗീതം. ഭൂമി മുഴുവനുമേ കർത്താവിന് ഗീതം ആലപിക്കുവിൻ. കർത്താവിന് ഗീതം ആലപിക്കുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. ദിനം പ്രതി അവിടുത്തെ രക്ഷാ സന്ദേശം വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ മഹത്വം ജനതകളുടെ ഇടയിൽ പ്രസംഗിക്കുവിൻ. അവിടുത്തെ വിസ്മയകൃത്യങ്ങൾ സകല ജനങ്ങളുടെ ഇടയിലും. എന്തെന്നാൽ കർത്താവ് വലിയവനും അത്യന്തം സ്തുത്യനുമാണ്. ഭീതിതനായ അവിടുന്ന് സകല ദേവന്മാർക്കും ഉപരിയാണ്. ജനങ്ങളുടെ ദേവന്മാരെല്ലാം വിഗ്രഹങ്ങളാണല്ലോ. കർത്താവത്രേ ആകാശങ്ങൾ മനഞ്ഞത്. തിരുമുൻപിലാണ് പ്രതാപവും പ്രാഭവവും. അവിടുത്തെ ശ്രീകോവിലിലാണ് ബലവും മഹിമയും. ജനഗണങ്ങളെ കർത്താവിന് നൽകുവിൻ, മഹത്വവും ബലവും കർത്താവിന് നൽകുവിൻ. തിരുനാമത്തിന്റെ മഹത്വം കർത്താവിന് നൽകുവിൻ. കാഴ്ച വസ്തു സംവഹിച്ച് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. വിശുദ്ധിയുടെ പ്രഭാവത്തിൽ കർത്താവിനെ ആരാധിക്കുവിൻ. ഭൂമി മുഴുവനുമേ തിരുസാന്നിധ്യം മൂലം നിങ്ങൾ വിറച്ച് ജനതകൾക്കിടയിൽ പ്രഘോഷിക്കുവിൻ. കർത്താവ് വാഴുന്നു, അതെ, ഇളകാത്ത വിധം പ്രപഞ്ചം സുസ്ഥാപിതമായിരിക്കുന്നു. അവിടുന്ന് ജനങ്ങളെ പരമാർത്ഥതയോടെ വിധിക്കും. ആകാശങ്ങൾ സന്തോഷിക്കട്ടെ, ഭൂമി ആനന്ദിക്കട്ടെ, സമുദ്രവും അതിലുള്ളവയും ഇരമ്പട്ടെ, വയലും അതിലെ സമസ്തവും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ വനവൃക്ഷങ്ങളെല്ലാം ആരവം മുതിർക്കട്ടെ, കർത്തൃസന്നിധിയിൽ തന്നെ. എന്തെന്നാൽ അവിടുന്ന് വരുന്നു, അതെ, അവിടുന്ന് ഭൂമിയെ ന്യായം വിധിക്കുവാൻ വരുന്നു. അവിടുന്ന് പ്രപഞ്ചത്തെ നീതിയിലും ജനങ്ങളെ തന്റെ സത്യസന്ധതയിലും ന്യായം വിധിക്കും. 97-ാം സങ്കീർത്തനം. കർത്താവ് വാഴുന്നു, ഭൂമി ആനന്ദിക്കട്ടെ, ദ്വീപസമൂഹങ്ങൾ സന്തോഷിക്കട്ടെ. അവിടുത്തെ ചുറ്റും മേഘവും കൂരിരുട്ടുമുണ്ട്. നീതിയും ന്യായവും തിരുസിംഹാസനത്തിന്റെ അടിസ്ഥാനമാണ്. അവിടുത്തെ മുമ്പിലായി അഗ്നി നീങ്ങുന്നു. അത് ചുറ്റുമുള്ള അവിടുത്തെ വൈരികളെ ദഹിപ്പിക്കുന്നു. അവിടുത്തെ മിന്നൽ പിണറുകൾ ലോകത്തെ പ്രകാശിപ്പിച്ചു. ഭൂമി അത് കണ്ട് വിറകൊണ്ടു. കർത്തൃസന്നിധിയിൽ, ഭൂമി മുഴുവന്റെയും നാഥന്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകി. ആകാശങ്ങൾ അവിടുത്തെ നീതി വർണ്ണിച്ചു. എല്ലാ ജനങ്ങളും അവിടുത്തെ മഹത്വം കണ്ടു. പ്രതിമകളിൽ അഭിമാനിക്കുന്ന വിഗ്രഹ സേവകരെല്ലാം ലജ്ജിതരാകട്ടെ. സമസ്ത ദേവന്മാരെ അവിടത്തേക്ക് ആരാധന അർപ്പിക്കുവിൻ. സിയോൻ കേട്ട് സന്തോഷിച്ചു. കർത്താവെ, അങ്ങയുടെ ന്യായവിധികളെ പ്രതി യൂദായുടെ പുത്രിമാർ ആനന്ദിച്ചു. എന്തെന്നാൽ കർത്താവെ, അങ്ങ് ഭൂമി മുഴുവനുമേൽ അത്യുന്നതനാണ്. എല്ലാ ദേവന്മാർക്കുമുപരി ഏറെ ഉയർന്നവനാണ്. കർത്താവിനെ സ്നേഹിക്കുന്നവരെ തിന്മയെ ദ്വേഷിക്കുവിൻ. അവിടുന്ന് തന്റെ ഭക്തരുടെ ആത്മാക്കളെ പരിപാലിക്കുന്നു. ദുഷ്ടരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു. നീതിമാന് വേണ്ടി പ്രകാശം വിതറപ്പെട്ടിരിക്കുന്നു. ഹൃദയ പരമാർത്ഥർക്ക് വേണ്ടി സന്തോഷവും. നീതിമാന്മാരെ, കർത്താവിൽ സന്തോഷിക്കുവിൻ. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. ഉടനെ രാവിലെ പുരോഹിത പ്രമുഖന്മാർ ശ്രേഷ്ഠന്മാരോടും നിയമജ്ഞരോടും ന്യായാധിപ സംഘം മുഴുവനോടും ചേർന്ന് ആലോചന നടത്തി. അവർ യേശുവിനെ ബന്ധിച്ചു കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു. പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? അവൻ അവനോട് മറുപടി പറഞ്ഞു, നീ തന്നെ പറയുന്നു. പുരോഹിത പ്രമുഖന്മാർ അവനിൽ പല കുറ്റങ്ങളും ആരോപിച്ചു കൊണ്ടിരുന്നു.
പീലാത്തോസ് വീണ്ടും അവനോട് ചോദിച്ചു, നിനക്ക് മറുപടിയൊന്നും പറയാനില്ലേ? നോക്കൂ, എത്ര കുറ്റങ്ങളാണ് അവർ നിന്നിൽ ആരോപിക്കുന്നത്. എന്നാൽ യേശു മറുപടി ഒന്നും പറഞ്ഞില്ല. തന്മൂലം പീലാത്തോസ് വിസ്മയിച്ചു. ആവശ്യപ്പെടുന്ന ഒരു തടവുകാരനെ അവൻ അവർക്കായി തിരുനാളിൽ മോചിപ്പിക്കുമായിരുന്നു. വിപ്ലവത്തിനിടയിൽ കൊലപാതകം നടത്തിയ വിപ്ലവകാരികളോടൊപ്പം ബറാബാസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരുവൻ ബന്ധിതനായി തടങ്കലിൽ ഉണ്ടായിരുന്നു. ജനക്കൂട്ടം അടുത്തു ചെന്ന് അവർക്കായി അവൻ പതിവായി ചെയ്തിരുന്നത് ആവശ്യപ്പെടാൻ തുടങ്ങി. പീലാത്തോസ് അവരോട് പറഞ്ഞു, യഹൂദരുടെ രാജാവിനെ നിങ്ങൾക്ക് ഞാൻ മോചിപ്പിച്ചു തരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്തെന്നാൽ അസൂയ നിമിത്തമാണ് പുരോഹിത പ്രമുഖന്മാർ അവനെ ഏൽപ്പിച്ചു തന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു. എന്നാൽ ബറാബാസിനെയാണ് തങ്ങൾക്ക് വിട്ടു തരേണ്ടതെന്ന് ആവശ്യപ്പെടാൻ പുരോഹിത പ്രമുഖന്മാർ ജനക്കൂട്ടത്തെ ഇളക്കി. അപ്പോൾ പീലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു, യഹൂദരുടെ രാജാവെന്ന് നിങ്ങൾ വിളിക്കുന്നവനെ ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവരാകട്ടെ വീണ്ടും ആക്രോശിച്ചു, അവനെ ക്രൂശിക്കുക. പീലാത്തോസ് അവരോട് ചോദിച്ചു, അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു? അവർ ആക്രോശിച്ചു, അവനെ ക്രൂശിക്കുക. അപ്പോൾ പീലാത്തോസ് ജനക്കൂട്ടത്തിന് ഇഷ്ടമായത് ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച ശേഷം ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അനന്തരം പടയാളികൾ അവനെ അകത്തളത്തിൽ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. അവർ സൈന്യദളത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി. അവർ അവനെ ധൂമവസ്ത്രം ധരിപ്പിക്കുകയും ഒരു മുൾക്കിരീടം മെടഞ്ഞ് അണിയിക്കുകയും ചെയ്തു. യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് അവർ അവനെ അഭിവാദ്യം ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഞാങ്ങണ കൊണ്ട് അവന്റെ ശിരസിൽ അടിക്കുകയും അവനെ തുപ്പുകയും മുട്ടുകുത്തി അവനെ പ്രണമിക്കുകയും ചെയ്തു. അവനെ പരിഹസിച്ച ശേഷം ധൂമവസ്ത്രം അഴിച്ചു മാറ്റുകയും സ്വന്തം വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അവർ അവനെ കുരിശിൽ തറയ്ക്കാൻ പുറത്തേക്ക് കൊണ്ടുപോയി. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.